ഇവിടെ 2016 അധികാരത്തിലുണ്ടായിരുന്ന ഈ സർക്കാരിൻ്റെ തൊട്ടു മുന്നിലത്തെ LDF സർക്കാരാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതി വിഭാവനം ചെയ്തത്. അതിൻ്റെ ഭാഗമായി 2019 ചെന്നൈ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കൊച്ചിയിലേക്ക് നീട്ടി. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി നിർമ്മിക്കാനുള്ള അംഗീകാരത്തിനാണ് നാം ശ്രമിച്ചത്. ആ അംഗീകാരം നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. 2020 പാലക്കാട്ട് ഒരു ഏകീകൃത ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. 2021 പദ്ധതി നടപ്പാക്കുന്നതിനുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചു. 2022 ജൂലൈയോടുകൂടി പദ്ധതിക്ക് ആവശ്യമായ 85% സ്ഥലവും ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിവേഗതയിലുള്ള സ്ഥലമേറ്റെടുക്കൽ പ്രക്രിയയാണ് നടന്നത്. 2022 ഒക്ടോബറോടുകൂടി ഏകീകൃത ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതിനുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുത്തു. പാലക്കാട്ടെ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ, പുതുശ്ശേരി സെൻട്രൽ, പുതുശ്ശേരി വെസ്റ്റ്, കണ്ണമ്പ്ര ഇവിടങ്ങളിലായി 1710 ഏക്കറിലാണ് ഈ പദ്ധതി വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൽ പുതുശ്ശേരി സെൻട്രലിൽ 1137 ഏക്കർ, പുതുശ്ശേരി വെസ്റ്റിൽ 240 ഏക്കർ, കണ്ണമ്പ്രയിൽ 313 ഏക്കർ. ഈ തരത്തിലാണ് സ്ഥലമുള്ളത്. ഭൂമി ഏറ്റെടുക്കുന്നതിനായി ആകെ 1844 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 1844 കോടിയിൽ 1500 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞു. ഇതുവരെ പുതുശ്ശേരി സെൻട്രലിലും കണ്ണമ്പ്രയിലുമായി ഏകദേശം 1350 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 1789 കോടി രൂപയുടെ കേന്ദ്ര സർക്കാർ വിഹിതമാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിനായി 420 ഏക്കർ, ഹൈടെക് ഇൻഡസ്ട്രീസിനായി 96 ഏക്കർ, നോൺ മെറ്റാലിക് മിനറൽ ഇൻഡസ്ട്രീസിനായി 62 ഏക്കർ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിനായി 54 ഏക്കർ, റീസൈക്ലിംഗ് ഇൻഡസ്ട്രീസിനായി 84 ഏക്കർ, ഫുഡ് ആൻഡ് ബിവറേജസ് ഇൻഡസ്ട്രീസിനായി 171 ഏക്കർ, ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾക്കായി 53 ഏക്കർ, റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് വ്യവസായങ്ങൾക്കായി 31 ഏക്കർ. ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിൽ ഇതിനെല്ലാം നീക്കിവെക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇവിടെ ഇനി അവതരിപ്പിക്കുന്ന പ്രസൻറ്റേഷനിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ കഠിനവും സുദീർഘവുമായ പ്രയത്നം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഈ കാര്യങ്ങൾ സാധാരണഗതിയിൽ നമ്മുടെ നാട് അറിയേണ്ടതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ നാട് അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന നല്ലൊരു ഭാഗമുണ്ട് എന്നുള്ളതാണ്. അറിയിക്കാൻ ബാധ്യതയുള്ള മാധ്യമങ്ങൾ തന്നെയാണ്
നല്ലൊരു പങ്ക് ഇതറിഞ്ഞുകൂടാ എന്ന നിർബന്ധം വെച്ച് പുലർത്തുന്നത്. അതും നാം നമ്മുടെ അനുഭവത്തിലൂടെ കണ്ടുപോകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലെങ്കിലും കുറച്ച് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു കളയാം എന്ന് ഞാൻ വിചാരിച്ചത്. ഇവിടെ ഒരു പൊതുധാരണ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് കാര്യം, ഇതൊക്കെ ഏത് സർക്കാർ അധികാരത്തിലിരുന്നാലും വരുന്ന കാര്യമല്ലേ, ഏത് സർക്കാരും അധികാരത്തിലിരുന്നാൽ വരുന്ന കാര്യമല്ല. അതാണ് അതിൻ്റെ ആദ്യത്തെ പ്രത്യേകത. നമ്മുടെ അനുഭവം നിങ്ങളുടെ മുന്നിലുള്ളതാണ്. ഇവിടെ കേരളത്തിൻ്റെ സമീപകാല ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് പലതും നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4.0 ലക്ഷ്യസ്ഥാനമായി മാറാനുള്ള കുതിപ്പിലാണ് ഇന്ന് കേരളം ഏർപ്പെട്ടിട്ടുള്ളത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ 1ാം സ്ഥാനം ദേശീയ തലത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവരുടെ 87 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇന്ത്യയിൽ നിന്നുള്ളൊരു പദ്ധതി നോവൽ ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നേടാനും നമുക്ക് കഴിഞ്ഞു. അത് മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ സംരംഭക വർഷം പദ്ധതിയാണ്. ഇതേ പദ്ധതിയാണ് ഇന്ത്യയിലെ MSME രംഗത്തെ ഏറ്റവും മികച്ച പദ്ധതിയായി അംഗീകരിക്കപ്പെട്ടത്. വ്യാവസായിക രംഗത്തിരിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. സാധാരണഗതിയിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ. ഞാൻ പറയുന്നത് തെറ്റായിരിക്കട്ടെ, പക്ഷേ നിങ്ങളിൽ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന ശങ്കയാണ് എനിക്കുള്ളത്. എന്തുകൊണ്ട്? ഈ അറിയിക്കേണ്ടവർ അറിയിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അറിയേണ്ടവർ അറിയുന്നില്ല എന്നർത്ഥം.